കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ആ ഗണപതിനെ ഒന്ന് തൊഴുതിട്ട് വരാം. അങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവാം. അങ്ങനെ പോകുമ്പോൾ ആ വാതിൽപ്പടി കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് പോവാം. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. അത്യാവശ്യം നല്ല തിരക്ക്, വലിയ തിരക്ക് എന്ന് പറയാനില്ല, എന്നാലും അത്യാവശ്യം വലിയ തിരക്കില്ലാത്ത ഒരു അന്തരീക്ഷവും അങ്ങനെ പറയാം. കാരണം ഇന്നലത്തേക്ക് അപേക്ഷിച്ച് ഇന്ന് തിരക്ക് കുറവാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. ആദ്യം തന്നെ ആ മേൽപ്പത്തൂരിനെ ഒന്ന് മനസ്സാ സ്മരിക്കുക. അതുപോലെ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് കണ്ടു തൊഴാം. അതിനുശേഷം ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ പ്രഭ ഇങ്ങനെ കാണാം. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ആ ചതുർബാഹുവായ ആ വിഗ്രഹം നിറച്ച്, അതായത് ദേവകൾ പൂജിതമായ ആ നാരായണ വിഗ്രഹത്തിൽ ഇന്ന് 3 രൂപത്തിലാണ്. ഒന്ന് ഭഗവാൻ കൃഷ്ണൻ, അതുപോലെ 2 ഭക്ത കുട്ടികളെ 2 കുട്ടികളെ അനുഗ്രഹിച്ച് നിൽക്കുന്ന തരത്തിലാണ് ഇന്നത്തെ കളഭാലങ്കാരം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാർത്താണ് ഇന്ന്. ചാർത്ത് ചെയ്തിട്ടുള്ളത് പഴയം കൃഷ്ണപ്രസാദ് ഒഴിക്കനാണ്. മേൽശാന്തിയാണ് ഉച്ചപൂജ അലങ്കാരം. വളരെ കേമായിട്ടുള്ള ഒരു അലങ്കാരമാണ് ഇന്നത്തെ കേട്ടോ. ആ വിഗ്രഹം നിറച്ചുണ്ട് അങ്ങനെ കാണാൻ. 2 ചെറിയ കുട്ടികളെ, പിഞ്ചു കുട്ടികളെ ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്ന തരത്തിലാണ് ഇന്നത്തെ ആ കളഭാലങ്കാരം. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിലേക്ക് നോക്കുക, ആ ശ്രീലകത്തേക്ക് നോക്കുക. അപ്പോൾ അനുഗ്രഹത്തിനായിട്ട്, കാരണം നമ്മളിലും ആ പിഞ്ചു ബാലകരുടെ ആ ഒരു സ്വഭാവം, ആ ഒരു എന്താ പറയുക, ആ ഒരു ആകാംക്ഷ നമ്മളിലുണ്ട്. അപ്പോൾ നമ്മൾക്കും അനുഗ്രഹം കിട്ടും. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് നേരെ നോക്കിക്കോളൂ അകത്തേക്ക്. അങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ ആ ഒരു കാഴ്ച കാണാം. പിന്നീട് നോക്കുമ്പോൾ ആ പീലിത്തിരുമുടിയൊക്കെ കെട്ടിയിട്ട് കിരീടമൊക്കെ വെച്ചിട്ടുള്ള ഗുരുവായൂരപ്പനെ ഇങ്ങനെ കാണുക. അത് കഴിഞ്ഞാൽ സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. പിന്നീട് നമ്മൾ ആ അഗ്നികോണിലേക്കൊന്ന് നോക്കിയിട്ട് തൊഴുതു. പിന്നെ തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴുതു. പിന്നെ ആ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലയിൽ കിടക്കുന്ന ഉണ്ണിക്കണ്ണനെ നോക്കാം, അത് കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരിക, വിഘ്നേശ്വരനെ കണ്ട് തൊഴാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കണ്ട് തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കോർണറിലുള്ള ചെറിയ ഗണപതിനെയൊക്കെ കണ്ട് തൊഴുത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് പിന്നെ മേൽശാന്തിന് അവിടുന്ന് പ്രസാദം വാങ്ങാം. ഇപ്പോൾ ഇരിക്കുന്നത് പഴയം കൃഷ്ണപ്രസാദ് ഓദിക്കനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം നമ്മൾ വാമന രൂപം കാണാം, ഗജേന്ദ്രമോക്ഷം കാണാം. പിന്നീട് നമ്മൾ ആ മഹാവിഷ്ണുവിനെയും ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കാണാം. പിന്നെ അനന്തശയനം കാണാം. അത് കഴിഞ്ഞാൽ നേരെ പുറകിൽ വന്ന ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് നിന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് അകത്തേക്ക് നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കൃഷ്ണനെയൊക്കെ കാണാം. കൃഷ്ണന് തുളസിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുരുകന് ഭസ്മാഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. ആ മുരുകനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിക്ക് ഇന്ന് വെറ്റിലമാലയും കുങ്കുമാഭിഷേകമൊക്കെ ധാരാളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമീനെയും കണ്ട് തൊഴുക, പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞാൽ നേരെ ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം കുറച്ച് പടിഞ്ഞാട്ട് മാറി നിന്നാൽ നമ്മുടെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ഗ്രില്ലിൻ്റെ ഇപ്പുറത്തേക്ക് വന്നാൽ ആ മണിക്കിണർ കാണാം. അതേപോലെ നമ്മുടെ നൃത്ത അറയിലേക്ക് നോക്കിയാൽ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന ഏത് രൂപത്തിലാണോ ആ രൂപത്തിൽ
ഉണ്ണിക്കണ്ണനെ നമ്മളുടെ മനസ്സിലേക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ആ കുറൂരമ്മേനെയും ബാക്കിയുള്ള നാരദരെയും ഒക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്തു വരാം. പുറത്ത് വന്ന പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. ഇനി എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണുക, തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ട് തൊഴുത് നമ്മൾ ഇനി നേരെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. നമശിവായ 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 എന്നുള്ള ആ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ കണ്ട് തൊഴുക. അതിനുശേഷം നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ എത്തിയിട്ട് ഒന്നുകൂടി ശ്രീലകത്തേക്ക് നോക്കുക. കാരണം ഇന്ന് ഭക്തരെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനാണ്. അപ്പോൾ അത് എല്ലാവരെയും കാണേണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ അത് കണ്ട് തൊഴുതോളൂ. അവിടുന്ന് ഒന്ന് നമസ്കരിക്കുക. അതിനുശേഷം കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക, അവിടെ ഒന്ന് നമസ്കരിക്കുക. അതിനുശേഷം അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം പടിഞ്ഞാറേ നടയിൽ വന്നിട്ട് ദീപസ്തംഭത്തിൻ്റെ വേണുഗോപാല സ്വരൂപം കാണാം. അതിനുശേഷം അകത്തേക്ക് നോക്കിയാൽ, മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെ കണ്ട് തൊഴാം. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഉണ്ണിക്കണ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ട് തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പുറത്തുനിന്നാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ച് വേറെ സൗണ്ടുകളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാനിന്ന് കുറച്ച് തിരക്കുണ്ട്. അതുകൊണ്ടാണ്. എല്ലാവർക്കും ആ കൃഷ്ണൻ്റെ അനുഗ്രഹം ലഭിക്കും, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.